ലാഭത്തെക്കാൾ സേവനത്തെ മുൻനിർത്തിയൊരു ദൗത്യം. ഈ പ്രസ്ഥാനം ഈ കൊല്ലടയിൽ വന്നത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമായി തീരും എന്നുള്ള ഓർത്ത ഞങ്ങളെ ഈ സ്നേഹവും കരുതലും നിറഞ്ഞൊരു കുടുംബം. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പുതിയ പ്രതീക്ഷ. 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതും ന്യൂസ് പേപ്പറാണ്. റേഡിയോ ഇത് മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. വയോധിക പാസ്റ്റർമാർക്ക് ആത്മീയവും സാമ്പത്തികവുമായ കൈത്താങ്ങ്. കുവൈറ്റിലുള്ള ജോലിയെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതാണ്. അന്ന് എനിക്കത് ഇഷ്ടമായിരുന്നു, എങ്കിലും അതിനേക്കാളും ദൈവത്തിന്റെ ഒരു സ്നേഹം അനുഭവിപ്പാന്. പ്രകൃതിയോട് ചേർന്ന ക്യാമ്പ് അനുഭവങ്ങൾ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇറങ്ങി. അവർക്ക് പിന്നെ ഹട്ട് വേണം യൂസ് ചെയ്യാം. അവിടെ എവിടെ വേണമെങ്കിലും പോയിരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങളും സാവകാശങ്ങളും ഉണ്ട്. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് കൊല്ലക്കടവ്. ഈ മഹത്തായ സേവനത്തിന്റെ പിന്നിലെ കഥയറിയാൻ കാണൂ പ്രത്യേക അഭിമുഖം. കൊല്ലക്കടവ് എന്ന മനോഹരമായ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു വലിയ പ്രസ്ഥാനം, ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത്. ആ പ്രസ്ഥാനത്തിൽ ചില മിനിറ്റുകൾ ഞങ്ങൾ ചെലവഴിക്കുന്നു. ഇവിടെ നടക്കുന്ന മനോഹരമായ അനുഗ്രഹീതമായ ആത്മീക ഭൗതിക പ്രവർത്തനങ്ങളുണ്ട്. 20-ൽ പരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അവരുടെ ഭവനങ്ങളിൽ വാഹനം അയച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ക്ലാസുകൾ നൽകുകയും അവർക്ക് പരിശീലനങ്ങൾ, പ്രവൃത്തി പരിചയം ഇതൊക്കെ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരും സഭാ ചാർജ് ഇല്ലാത്തവരുമായ ദൈവദാസന്മാരുടെ മനോഹരമായ സമ്മേളനം ഈ പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അവരുടെ ആത്മീയമായ കൂട്ടായ്മയിൽ ഏറെ ശ്രദ്ധ നൽകുക മാത്രമല്ല, അവരുടെ ഭൗതിക ആവശ്യങ്ങളിൽ, ആവശ്യം എന്ന് തോന്നുന്ന സമയങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായ ഒരു ക്യാമ്പ് സൈറ്റ് ഇവിടെയുണ്ട്. വളരെ സ്നേഹത്തോടും ആത്മസമർപ്പണത്തോടും കൂടെ ഇടപെടുന്ന ദൈവ ദാസന്മാരും ദാസിമാരും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും മാതൃകയായ ഉദാത്തമായ ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളോട് ഗുഡ് ന്യൂസിന് അഭിമുഖം നടത്തുവാൻ അവസരം ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് പാസ്റ്റർ എബ്രഹാം ജോർജ് അവരുകളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പ്രസ്ഥാനം ഉരുവെടുക്കുവാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ മഹത്തായ ചിന്ത ഉടലെടുക്കണമല്ലോ. അതിൻ്റെ ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ന്യൂസിൻ്റെ ഇപ്രകാരമുള്ള ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഇവിടെ പറഞ്ഞതുപോലെ പാസ്റ്റർ എബ്രഹാം ജോർജ്. ഈ ഫെയ്ത്ത് ഹോം ഗുഡ് എർത്ത് എന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഈ മാസം, അടുത്ത മാസം 10 വർഷം തികയുക. 2016 ആണ് ഇത് തുടക്കം ഇട്ടത്.
എന്നാൽ അതിന് ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും കുവൈറ്റിലുള്ളവരായിരുന്നു. ഞാനും ദീർഘവർഷങ്ങളിൽ ഏകദേശം അരനൂറ്റാണ്ടിലേറെ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലുള്ള നമ്മുടെ വിശ്വാസികളായ ചില ആളുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയും വളരെ നാൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലം ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ച് കർത്തൃവേലയിലായിരുന്നു റിട്ടയർ ചെയ്യുമ്പോൾ താമസിക്കുവാനും നോക്കുവാനും ആരും ഇല്ലാതിരിക്കുന്നവരെ കരുതുന്ന ഒരു പ്രോഗ്രാം. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞങ്ങൾ വളരെ പിന്നെയും പ്രാർത്ഥിക്കുകയും ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് കാലുവെപ്പാനിടയായി. അങ്ങനെയാണ് ഫെയ്ത്ത് ഹോം, വിശ്വാസ ഭവനം എന്നുള്ള പേര് കൊടുത്ത് തന്നെ. പലർക്കും ഫെയ്ത്ത് ഹോം നോക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർമാർ താമസിച്ച സ്ഥലത്ത് ഓർമ്മ വരുന്നത്. ഇത് ഫെയ്ത്ത് ഹോം എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. ഫെയ്ത്ത് ഹോം എന്നുള്ള ഈ പെന്തക്കോസ്തൽ ആശ്രമം തുടങ്ങാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചു. പലരുടെയും മനസ്സിൽ കൂടെ ചിന്തയിൽ വന്നൊരു പ്രോഗ്രാമാണ്. പ്രധാനമായിട്ട് ആ ദിവസങ്ങളിൽ പങ്കെടുത്തതിനകത്ത് നേതൃത്വം കൊടുത്തത് അന്ന് ഇപ്പോൾ നിത്യത്തിൽ ശ്രമിക്കുന്ന ജോയറ്റ സണ്ണിച്ചാൻ എന്ന് പറഞ്ഞ IPCയുടെ അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ IPCയിലെ പഴയ ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും റോയി ഹോന്നാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ പ്രൊമോട്ടറാണ്. ഇപ്പോൾ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ NECKയുടെ അഡ്മിനിസ്ട്രേറ്ററും KTMCCയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ഇന്ന് കുവൈറ്റിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് റോയി ഹോന്നാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ കുറേ പേര് ആലോചിച്ച് ആഗ്രഹിച്ച് എടുത്ത തീരുമാനമാണ് ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നത്. ഇത് 2 രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ഗവൺമെൻറ്റിൽ. ഒന്ന് ഫെയ്ത്ത് ഹോം, എല്ലാ ആത്മീയ ശുശ്രൂഷകളും ഫെയ്ത്ത് ഹോമിൻ്റെ കീഴിലാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. എന്നാൽ അത് മുഴുവൻ ഗവൺമെൻറ് കൺട്രോളായിരിക്കും. ഇത് ഞങ്ങൾ ഈ ഏരിയ ഒരു 5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു പകുതി കൂടുതൽ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ നടത്തി. എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, ആട്, കോഴി, മാട് എല്ലാം വളർത്തുക, മറ്റ് കൃഷികളൊക്കെ ചെടികളൊക്കെ വളർത്തി ഗുഡ് എർത്ത് എന്നൊരു രജിസ്ട്രേഷൻ കൂടെ നടത്തിയ ഒരു 2 രജിസ്ട്രേഷനാണ് ഉള്ളത്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായി. റോയി ഹോന്നാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. റജി ടി സക്കറിയ റാന്നി IPC രാജുമേത്ര സഭയിലെ വ്യക്തിയാണ് ഇതിൻ്റെ സെക്രട്ടറി. ഷിബു വിസാം ഇതിൻ്റെ ട്രഷററായിരിക്കും. ഇവരെല്ലാവരും കുവൈറ്റില്ല. ഞങ്ങൾ ചിലർ ഏകദേശം 39 പേരുള്ള ഒരു ബോർഡ് ആണ് ഇത് നടത്തുന്നതിൻ്റെ ഭരണം. ഈ 39 പേരും വ്യത്യസ്തമായ സഭകളിൽപ്പെട്ട ആളുകളായിരിക്കണമല്ലോ. 39 പേരിൽ 2 പേർ അമേരിക്കയില, അവർ 2 പേരും പാസ്റ്റർമാരാ. 2 സഭയാ. 3 പേര് ദുബൈയിലുണ്ട്, അവർ 3 സഭയാ. ഈ 39 പേരിൽ ചച്ചക്കോട്, AG, IPC, ഷാരൺ മുതലായ സഭകളിൽപ്പെട്ടവരാ. എന്നാൽ ഇന്ന് വരെ ഞങ്ങൾ തുടങ്ങിയ അന്നുപോലെ ഇന്ന് വരെ ആ ഒരു ചിന്ത, സഭാ വ്യത്യാസം ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. അതാ ഇതുവരെയുള്ള അതിൻ്റെ സക്സസിൻ്റെ ഒരു കാരണം. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വിജയത്തിന്റെ കാരണം, അടിസ്ഥാനം എന്ന് പറയുന്നത് ഐക്യതയാണ്. ഇന്ന് വ്യത്യസ്തമായ ആശയങ്ങളോടും വ്യത്യസ്തമായ ചിന്താഗതികളോടും കൂടെ വ്യത്യസ്തമായ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക സമൂഹമാണ്. അതിൻ്റെ ഇടയിൽ ഈ ഐക്യതയാണ് ഈ പ്രസ്ഥാനത്തെ ഈ കഴിഞ്ഞ 10 വർഷം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയത്. അതേക്കുറിച്ച് ഞങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ ഞങ്ങളോടൊപ്പം തുടങ്ങിയ അനേക പ്രസ്ഥാനങ്ങൾ, അതായത് ഓരോ സ്ഥലത്തുള്ളവരുടെയും അവരവരുടേതായ കാഴ്ചപ്പാട് തുടങ്ങിയിട്ടുള്ളതൊന്നും ഇതുവരെ വേണ്ടത്ര വിജയിക്കാതെ ഫലപ്രാപ്തിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് പറയട്ടെ, ഞങ്ങൾ ചിന്തിച്ചതിലപ്പുറമായി ഇത് മുമ്പോട്ട് വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിൻ്റെ കാരണം ഈ 31 പേരുടെയും മനസ്സിൽ ഒരേ അഭിപ്രായമാണ്. 2 അഭിപ്രായമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ 2ാമത് അഭിപ്രായം ഇതുവരെയും വന്നിട്ടില്ല. സഭാ വ്യത്യാസം ഞങ്ങളുടെ മനസ്സിൽ കൂടെ പോയിട്ടേ ഇല്ല. അതാ ഏറ്റവും വലിയ വിജയം. മാത്രമല്ല, ഞങ്ങളുടെ ബോർഡിൽ തീരുമാനമുണ്ട്, ഒരു സഭയ്ക്കും ഒരു നേതൃത്വം ഇതിനകത്ത് ഭാഗമാക്കാൻ ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആത്മീയവും ഭൗതികമായ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ. ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ PJ സാമൻ എന്ന് പറഞ്ഞ ആളാണ്. മറ്റ് പാസ്റ്റർമാരുണ്ട്. ആത്മീയ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അപ്പം തന്നെ ആരോടും വിരോധമായിട്ടില്ല. സുഖമായ നടത്തിപ്പിന് ഇതാ നല്ലത് ഞങ്ങൾ മനസ്സിലായി. ദൈവകൃപയാൽ ഇതുവരെ അങ്ങനെ
സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യം, ഇവിടെ ഒറ്റ അടുക്കളയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് വന്നാലും, എത്ര സ്പെഷ്യൽ ചീഫ് ഗസ്റ്റുകൾ വന്നാലും, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണെങ്കിലും ഇവിടെ താമസിക്കുന്ന, ഇവിടെ അധിവസിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും ഒരേ നിലയുള്ള ഫുഡാണ്. അത് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ വിജയകരമായ ഒരു നടത്തിപ്പിന്റെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞങ്ങൾക്ക് എല്ലാ മാസവും പാസ്റ്റർമാരുടെ മീറ്റിംഗ് ഉണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സീനിയർ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതായത് 60 വയസ്സ് കഴിഞ്ഞുള്ള പാസ്റ്റർമാർ, അതായത് സഭാചാരം ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും, 60 വയസ്സ് കഴിഞ്ഞുള്ള വിവിധ സഭകൾ സൃഷ്ടിക്കുന്നവർ. ഇപ്പോൾ ഏജിക്കോ ചർച്ചക്കോടിനോ ഐപിസിക്കോ അവരുടേതായ കൂട്ടായ്മ ഉണ്ടായിരിക്കാം. ഇത് അങ്ങനെയില്ല. ഒരു സഭ വ്യത്യാസം കൂടാതെ ഒരുമിച്ച് ഒരു കൊടക്കേഴിൽ പ്രവർത്തിക്കുന്ന, എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങോ അല്ലെങ്കിൽ കൂട്ടായ്മയോ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ 60ാമത്തെ മീറ്റിംഗാണ് കഴിഞ്ഞ മാസം നടന്നത്. ഹരിദാസൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ വരുന്നവർ, ഞങ്ങൾ കുറച്ചുപേര് ഇതിനകത്ത് സീനിയറേഴ്സുള്ള ആൾക്കാർ അകത്തിരുന്ന് കഴിച്ചാലും അവർ പുറത്തുള്ള ദൈവദാസന്മാർ കൊടുക്കുന്ന തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കാത്ത അവർ കൊടുക്കത്തില്ല, അവർ കഴിക്കാത്ത ഞങ്ങളും കഴിക്കത്തില്ല. അങ്ങനെ വേർവൃത്യമില്ലാതെ ഒരേ ഐക്യതയിലും എല്ലാവരുടെയും കർത്താവ് ഒരുവൻ എന്നുള്ള ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ ദൈവമായ കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. ഇതുവരെയും ദൈവം സഹായിച്ച ദൈവത്തിന് നന്ദി അറിയിച്ചതിനകത്ത്. കഴിഞ്ഞ 10 വർഷമായി മറ്റാരും ആശ്രയമില്ലാത്ത ദൈവദാസന്മാരെ ഇവിടെ കെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി ഈ ചുറ്റുപാട് ഉള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രസ്ഥാനം പരിപാലിക്കുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ വിവിധ രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഏതെല്ലാം രീതിയിൽ സമൂഹത്തിന് നന്മ ചെയ്യാം, ഈ പ്രസ്ഥാനം ഈ കൊല്ലടയിൽ വന്നത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമായി തീരും എന്നുള്ള ഓർത്ത ഞങ്ങൾ ഈ ഗുഡേർത്ത് എന്ന് പറഞ്ഞ ഫാമിനകത്ത് അനേക കാര്യങ്ങൾ ചെയ്യാനിടയായത് ദേശത്തിൻ്റെ, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ചുറ്റുപാട് അന്വേഷിച്ചപ്പോൾ ഈ കൊല്ലയുടെ ചുറ്റുപാട്, വെൺമണി, പുലിയൂര്, ചെറുനാട്, ഈ മാവലിക്കൽ ഭാഗത്ത് ഭിന്നശേഷിക്കാരായ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് എല്ലാവരെയും ഒന്നും സഹായിക്കാൻ നിവൃത്തിയില്ല. അവരെയൊക്കെ ഓരോ രീതിയിൽ ഓരോ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരെയൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒരു 20 പേരോളം ഉണ്ടായിരുന്നു. അവരെ അവരുടെ ഭവനത്തിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആഴ്ചയിൽ 3 ദിവസം, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ പരിപാലിച്ച് അവർക്ക് ആവശ്യമായ അവരവരുടെ കഴിവനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്ത്, അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്ത്, അവരെ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി അവരുടെ വീട്ടിലെത്തിക്കുന്ന ഒരു ശുശ്രൂഷ കഴിഞ്ഞ 5 വർഷമാക്കി കൂടായി ചെയ്യുന്നുണ്ട്. അതിന് 2 ട്രെയിൻഡ് അധ്യാപകരുണ്ട്. അവരുടെ കഴിവുകളെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇവിടെ ആദ്യകാലത്ത് ഇവിടെ വന്നിരുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഇരുന്നത്, അവൾ വിവാഹം കഴിച്ച് ഒരു കുട്ടിയുമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ ദൈവദാസന്മാരുടെ മക്കളുണ്ട്. ജാതി മതഭേദമന്യേ ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി നടക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട്. ഈ പ്രസ്ഥാനം ആശ്രയമില്ലാത്തവർക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ആത്മീകമായി സന്തോഷത്തിലേക്കും ആത്മീകമായ ഒരു ഫെലോഷിപ്പിലേക്കും ഈ പരിസര പ്രദേശത്തുള്ള അനേക ദൈവദാസന്മാർക്ക് സമ്മേളിപ്പാൻ ഇവിടെ മാസത്തിൽ ഒരിക്കൽ പ്രത്യേകമായ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം. അത് മാത്രമല്ല, അതിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുവാൻ അവർക്ക് ആവശ്യമുള്ള വാഹന ചെലവ്, അതുപോലെ തന്നെ അവരുടെ ഫുഡ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായി ക്രമീകരിക്കുന്നല്ലോ. ഇതിൻ്റെ പിന്നിൽ പല നിലയുള്ള ചെലവ് കാണും, മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കണം. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? സീനിയർ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ, എൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത, ദേവദാസന്മാരെ, ഈ വിവിധ സഭകളിൽ ദേവദാസന്മാരെ ഒന്ന് വിളിച്ചു കൂട്ടി അവരെ ഒന്ന് ഓർഗനൈസ് ചെയ്താനും അങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനും ചിന്ത വന്നുകയും ബോർഡിൽ പ്രത്യേകിച്ച് റോയിയോടൊക്കെ പറയുമ്പോൾ അവർ പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്തതിന് ഫലമായി
5 വർഷം മുമ്പ് ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. കേരളത്തിലെ വിവിധ സഭകൾ, ഷാരോൺ, IPC, ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ AG, മറ്റ് ഇൻഡിപെൻഡൻറ്റ് സഭകളിൽപ്പെട്ട കർത്താവിനെ സേവിച്ച് വിശ്രമിക്കുന്നവരും ഇപ്പോൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു 60 വയസ്സ് കഴിഞ്ഞ ദൈവദാസന്മാർക്ക് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച ഇപ്പോൾ വലിയ എല്ലാവരും ഒരു ആവശ്യമായി മാറിയിരിക്കുക. കഴിഞ്ഞ മാസത്തെ മീറ്റിംഗ് ഏകദേശം 150 പേര് പർസുദാസന്മാർ വന്നു. അവിടെ ഞങ്ങൾക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്, AC ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും തങ്ങളുടെ കഴിഞ്ഞ നാളെ എക്സ്പീരിയൻസ് തമ്മിൽ ഷെയർ ചെയ്യുകയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനുള്ള എല്ലാ നല്ല അവസരങ്ങളും, നല്ല ആരാധന വെളിപ്പെട്ടു വരുന്നു. അവർ വരുമ്പോൾ അവരെ ഒരു വെൽക്കം ടീം ചെറിയ ലഘുഭക്ഷണം കൊടുക്കുന്നു. ആരാധന കഴിയുമ്പോൾ 1 മണിക്ക് ആശീർവാദം പറയും. അവർ ഏറ്റവും വിഭവസമർത്ഥമായ ഭക്ഷണം ഇവിടെ ഒരുക്കും. അതിവിടെ തന്നെ നമ്മൾ തന്നെ പാകം ചെയ്യുന്നതാ. ഓരോ ആഴ്ച ഇരുന്നൂറ് ഏറ്റവും മനോഹരമായ രുചികരമായ ഭക്ഷണം കൊടുക്കുന്നു. അവരെല്ലാം തൃപ്തരായി കഴിച്ചതിന് ശേഷം പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം അവിടെ കൊടുത്ത് അത് ഞങ്ങളെ അവിടെ വിടാറുണ്ട്. ആ വരുന്നവരെല്ലാവരും ഒരു 150 95% ആളുകൾ വാങ്ങിക്കാറുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കരുതാറുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ചിലവിന് പുറത്ത് ഈ 60 മീറ്റിംഗ് ഓരോരുത്തർ സ്പോൺസർ ചെയ്ത മെയിനായിട്ട് കുവൈറ്റിലുള്ള ദൈവമക്കളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഓരോ മാസം ഞങ്ങൾക്ക് ഒരു മാസത്തെ ചിലവ് 60,000 രൂപ ഇപ്പോൾ വരും. നേരത്തെ അത്ര ഇല്ലായിരുന്നു, കാരണം ആൾ കുറവായിരുന്നു. അത്രയും കുറവായിരുന്നു. 60,000 രൂപ ഓരോ മാസവും ദൈവമക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ആ സ്പോൺസർ. ചില മാസങ്ങളിൽ അവസാന നിമിഷം വരെ കിട്ടാതിരിക്കും. വിത്വമല്ലേ വിശ്വാസത്താൽ ഞങ്ങൾ നടത്തും. ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ട് ഇന്ന് വരെ നടത്തി 60 മീറ്റിംഗ് നടത്താൻ ദൈവം ഇടയാക്കി. അതിൻ്റെ മഹത്വം ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഞങ്ങൾ ചെയ്തതിൻ്റെ ഉദ്ദേശം വല്ല വിധനെയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, ഞങ്ങളുടെ ആരുടെയും പുകഴ്ചയ്ക്കോ പേരിനോ അല്ല. ഞങ്ങളെല്ലാവരും, ഞാൻ തന്നെ 52 വർഷം കുവൈറ്റിൽ ജോലി ചെയ്ത ആളാണ്, മാന്യമായി ജോലി ചെയ്ത ആളാണ്. നാട്ടിൽ വന്നിട്ട് 6 വർഷത്തോളമായി. ഞങ്ങൾക്ക് കർത്താവ് തന്ന ഭൗതിക നന്മകൾ ഇതൊരു ബിസിനസ് അല്ല, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടാനായിട്ട് ഞങ്ങളെ തന്നെ ഉള്ളത് കൊടുത്തതാണ്. അങ്ങനെ നടക്കുന്നത്. ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കിയത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവദാസന്മാർക്കും ചില സഹോദരന്മാർക്കും സാമ്പത്തികമായി ലക്ഷക്കണക്കിന് രൂപ ഈ അടുത്തിടെ തന്നെ കൊടുക്കുവാനായിട്ട് ഇടയാക്കി. അത് അവർക്ക് വലിയൊരു അനുഗ്രഹവും നന്മയുമായി. ഇതിൻ്റെ പിന്നിൽ ദൈവം ഒരുക്കുന്ന വഴികൾ ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ കഴിഞ്ഞ 60 മാസം ഏകദേശം 5 വർഷത്തോളം കടന്നു വരുന്ന ദൈവദാസന്മാർ പലരെയും നമ്മൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം പറഞ്ഞാൽ അവരുടെ രോഗത്തിൻ്റെ ആവശ്യങ്ങളിലും അവരുടെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സിലൊരു ഐഡിയ വന്നപ്പോൾ അതും വേണ്ടപ്പെട്ട സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സഹോദരന്മാരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി കാശ് കിട്ടി. ഒരാഴ്ചയ്ക്കകം കാശ് കിട്ടി. അതിലേശം 4 ലക്ഷം രൂപ ഈ സഹോദരന്മാർ 128 പാസ്റ്റർമാർക്കും 12 വിഡോസിനും 4 ലക്ഷത്തിലും രൂപ കൊടുക്കാൻ ദൈവം ഇടയാക്കി. അത് വലിയൊരു സംഭവമായിരുന്നു. അതെല്ലാം കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷം, അവരുടെ മുഖത്തെ ചിരി, അവരുടെ സന്തോഷം, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അതാണ് ഞങ്ങളുടെ റിസൾട്ട്. അതാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ആ വിഷയത്തിൽ. അത് ഏറ്റവും നന്നായി ഞങ്ങൾ പോലും ചോദിച്ചതിനും വിജയിച്ചതിനും അപ്പുറമായിട്ട് ആ കാര്യം നടക്കാനിടയായി. അതെല്ലാം സഹകരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തെ ബോർഡ് മെമ്പേഴ്സിൻ്റെ 100% ഉള്ള സപ്പോർട്ടിൽ ഇതൊക്കെ നടക്കുന്നില്ല. ഒരാളുടെ നടക്കുന്നില്ല. എല്ലാ ബോർഡ് മെമ്പേഴ്സിനും ഒരേ ചിന്തകൾ ചിന്തിക്കുന്നവരാണ്, ഒരേ ആഗ്രഹത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് ഭംഗിയായിട്ട് നടക്കുന്നത്. താങ്കൾക്ക് ഇപ്പോൾ 81ാമത്തെ വയസ്സിലേക്ക് താങ്കൾ പ്രവേശിക്കുകയാണ്. അധികം മാസങ്ങളായിട്ടില്ല തങ്ങളുടെ ജീവിതത്തിൽ താങ്കളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരവസ്ഥ ഉണ്ടായി. പാസ്റ്റർ എബ്രഹാം ജോർജ് അവറുകളുടെ മകൻ കർത്തൃസന്നിധിയിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ശാരീരികമായി വളരെ അസ്വസ്ഥതയും ബലഹീനതയും ഒക്കെ ഉണ്ട്. മറ്റു രോഗങ്ങളും അല്ല, കാലിൻ്റെ ബലഹീനതയും കൈയുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങളുമൊക്കെ. ഇത്രയും വലിയ പ്രയാസം താങ്കൾ അനുഭവിച്ചിട്ടും ആഴ്ചയിൽ 4 ദിവസം കൃത്യസമയത്ത് കൃത്യനിഷ്ഠതയോടുകൂടെ ഈ പ്രസ്ഥാനത്തിൽ വരുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഏതാണ്? ഞാൻ സൂചിപ്പിച്ച പോലെ ഏകദേശം ദീർഘമാണ്. 1/2 നൂറ്റാണ്ടിലേറെ കുവൈറ്റിൽ ജോലിയും ചെറിയ ബിസിനസ്സും ചെയ്തു.
43 വർഷം ഞാൻ സഭാ ശുശ്രൂഷയിലായിരുന്നു പോയിട്ട്. ഞാൻ മാർത്തോമ സഭ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് 1983 ഒരു ചെറിയ കൂടിവർ ആരംഭിച്ചതാണ്. ഇന്ന് കുവൈറ്റിലെ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട IPCയുടെ ഒരു സഭ, കുവൈറ്റ് പെന്തക്കോസ്റ്റൽ അസംബ്ലി KP എന്ന് പറഞ്ഞ ചർച്ച്. അതിൻ്റെ 43 വർഷമായി അത് ആരംഭിച്ചിട്ട്. വിശ്വാസത്തിന് ഇറങ്ങിയപ്പോൾ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല, ദൈവദിനം സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ വിശ്വാസം ഇറങ്ങിയത്. സാമ്പത്തികമായൊരു നേട്ടത്തിനോ മറ്റൊന്നും വേണ്ടിയല്ല. ദൈവദിനം പഠിച്ചപ്പോൾ അത് സത്യമാണ്, അതനുസരിച്ച് ഇന്ന് വരെ ഒലുസപ്പത്തിൽ പറഞ്ഞ പോലെ അതിൽ നിലനിൽക്കാൻ എനിക്ക് ദൈവം ഇടയായി. അതിനകത്ത് എൻ്റെ ശുശ്രൂഷാവേളയിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും ധാരാളം ഏറ്റക്കുച്ചുകൾ, താഴ്ചകൾ, ഉയർച്ചകൾ ഉണ്ടായിട്ടിപ്പം അവിടെ ദൈവം എന്നെ ഇതിൽ നടത്തി. പ്രത്യേകിച്ച് എനിക്ക് 3 മക്കളാണ്, 2 അവർ കുടുംബങ്ങളായിട്ട് കുവൈറ്റിൽ ഇപ്പോഴും പാർക്കുന്നു. ഏക മകൻ അവിടെ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവന് ഒരു ദിവസം ഉറക്കത്തിൽ സൈലന്റ് അറ്റാക്കിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, ഞാൻ ധാരാളം ഫ്യൂണറൽ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട ഒരാളാണ്. അനേകരുടെ സങ്കടത്തിൽ ഞാൻ ആശ്വാസം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ എൻ്റെ കർത്താവിനെ നാമം ദുഷിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല, ഇവിടെയുള്ള വാസം താൽക്കാലികമാണെന്നും നിത്യതയാണ് അവിടെ നിത്യവാസമെന്നും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മകനെ കാണാമെന്നും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമല്ലെന്ന വലിയൊരു കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. കൂടാരമാകുന്ന നമ്മുടെ ഈ ഭവനം ഒഴിഞ്ഞു പോകുമെന്നും കൈപ്പിണിയില്ലാത്തൊരു നിത്യഭാവം നമുക്ക് സ്വർഗത്തിൽ തരുന്നുണ്ടെന്നുള്ള ആ ഉറപ്പ് ലഭിച്ചാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു കാര്യം വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്നവരായാൽ നമുക്ക് ക്രിസ്ത്യൻ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി തന്നെ എരിഞ്ഞടങ്ങണം എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ വരികയും എന്നാലാവുന്ന എൻ്റെ ശരീരത്തിൻ്റെ ബലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുകയും ഞാൻ ആരാധിക്കുന്ന കുറ്റപ്പെട്ട സഭയിൽ മിക്കവാറും വചന സൂക്ഷിയൊക്കെ ഇപ്പോഴും കർത്തമേച്ചൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടത്താൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും പാസ് കണ്ടല്ലോ, ഒരു മരണ വീട്ടിൽ പോയി അവരെ ആസ്വദിക്കാനിടയായത്. അതിൻ്റെ പുറകിലുള്ളത് നമുക്കൊരു ചെറിയ ആയുസേ ഉള്ളൂ. ആ ആയുസ് കർത്താവിന് വേണ്ടി ചെലവിടണമെന്നുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും താങ്കളുടെ ആ പ്രതിബദ്ധത ഇന്നിൻ്റെ തലമുറ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ തലമുറയ്ക്ക് താങ്കൾക്ക് നൽകുവാനുള്ള സന്ദേശം, ഒരു ചെറു സന്ദേശം എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന്. സംഗീതക്കാരൻ പറയുന്നു, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. അത് ഞായറാഴ്ചത്തെ ഓർത്തല്ല പറഞ്ഞേക്കുന്നത്. ഇന്ന്, ഈ തിങ്കളാഴ്ച, ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് യഹോവ ഉണ്ടാക്കിയത്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നാളത്തേക്ക് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ ഏകദേശം എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പങ്ക് ഇത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നാളെ നടത്താമെന്ന് വിചാരിക്കാൻ ഗ്യാരണ്ടി ഇല്ല. ഇന്നെനിക്ക് കർത്താവ് തന്ന അവസരങ്ങൾ, സമയം, ആരോഗ്യം, പണം കർത്താവിന് വേണ്ടി ചെലവഴിക്കുക. നാളെ ഞാൻ എല്ലാം തിരഞ്ഞെടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോകും, അവസരം ലഭിച്ചില്ല എന്ന് വരും. അഥവാ എൻ്റെ നല്ല കാലത്ത് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ചെയ്യാത്ത കാലം കിടക്കെ കിടന്നുകൊണ്ട് ചെയ്യേണ്ടി ആയെന്ന് ഓർത്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കാത്തവന്മാർ പുരുഷന്മാരാണ്. ആ സമയം തിരിച്ചു വിടുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് യുവതലമുറ പലപ്പോഴും മറന്നു പോകുന്ന കാര്യം, എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇത് നമുക്ക് ദിവസത്തിന് ചിലപ്പോൾ നമ്മളിതെല്ലാം കണക്കൂട്ട്, നമ്മൾ ലഭിച്ച ആരോഗ്യത്തിന് കണക്ക് കൊടുക്കണം. നമ്മുടെ പണത്തിന് മാത്രമല്ല, ദശാംശത്തിന് കണക്ക് കൊടുക്കണം. എല്ലാം നമ്മുടെ ആരോഗ്യത്തിന്, സമയത്തിന് എല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യുവതലമുറയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോയാൽ അവർ അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ നിത്യത്തിൽ ചെല്ലുമ്പോൾ അതിലുണ്ടല്ലോ ചിലർ നിത്യലജ്ജിതരായി തീരുന്നു പറഞ്ഞ പോലെ പ്രതിഫലം വിധിക്കുന്ന ആൾ നമ്മൾ ലജ്ജിക്കാനിടയാകത്തില്ല എന്നുള്ളതിന് മനസ്സിലാക്കാം. അങ്ങനെ ലജ്ജിക്കാനിടയാകാൻ പാടില്ല. താങ്കളുടെ പിതാവിൻ്റെ ഔദ്യോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ പള്ളിവാസൽ എന്ന സ്ഥലത്ത് പിതാവ് പോവുകയും താങ്കൾ അവിടെ ജനിക്കുകയും അവിടെ വളരുകയും ചെയ്തു എങ്കിലും ഈ പ്രസ്ഥാനം ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലത്ത് അവിടെ താങ്കൾക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. താങ്കളുടെ മാതാവിൻ്റെ ജന്മസ്ഥലമാണല്ലോ ഇത്. താങ്കൾ ചെറു പ്രായത്തിൽ ഓടി കളിച്ച് വളർന്ന സ്ഥലം കൂടിയാണല്ലോ ഇത്. ഈ പ്രത്യേകമായ സ്ഥലത്ത് ഈ പ്രസ്ഥാനം ക്രമീകരിക്കപ്പെടുവാനുള്ള കാരണം ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ മാതാവിൻ്റെ ജന്മസ്ഥലമായത്. നമ്മൾ ഇരുന്ന ഓഫീസ് ശേഷം 80 വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത അമ്മാച്ചൻ്റെ കാർ ഷെഡായിരുന്നു. ഇത് ഞങ്ങൾ മാറ്റി
ഫെയ്ത്തോം മേടിച്ചതിന് ശേഷം പണിതായി ഈ എർത്ത്. ഇവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വരാനും കളിക്കാനും മാതാവിനൊപ്പം അല്ലാതെ വെക്കേഷനുള്ള സമയം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മാച്ചൻ 102ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തുള്ള മാറ്റം. അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. എൻ്റെ ചെറുപ്പം തന്നെ ഇവിടെ അദ്ദേഹം ഇവിടെയുള്ള ദേശത്ത് സാധുക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു പേരുകെട്ട ആളായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ ഈ കോമ്പൗണ്ടിൽ വരികയും ഇന്ന് ഈ രീതിയിലല്ല. അന്ന് ഈ ഫെയ്ത്തോമാന് ശേഷം ആകെ വ്യത്യാസം വന്നുപോയി, കംപ്ലീറ്റ് മാറി. അന്ന് കർത്താവിന് വേണ്ടി ഞാൻ തന്നെ കുവൈലിലായിരിക്കും ഇവിടെ വന്ന് ധാരാളം കൺവെൻഷൻ അവധിക്ക് നടത്തിയിട്ടുണ്ട്. പാസ്റ്റർ കെ സിക്ക് കൺവെൻഷൻ പ്രാവശ്യം, ലാസർ മാത്തുവിൻ്റെ കൺവെൻഷൻ, കോശി വൈദ്യൻ, ഇവരെല്ലാം ഈ ഞാൻ തന്നെ കാശ് മുടക്കി ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ദേശത്ത് ഈ ഒരു കർത്താവിന് സാക്ഷി വഹിപ്പാൻ അന്ന് ഇടയായി. അതിനുശേഷം അതിനുശേഷമാണ് ഞങ്ങൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ റോയി ഓന്നാൻ്റെയും ടോറ്റ സണ്ണിച്ചാനും ഒക്കെ സണ്ണിച്ചാൻ്റെ മരണത്തിന് മുമ്പ് ഈ ഫെയ്ത്തോമിനെ പറ്റിയുള്ള ചിന്ത വരികയും പല പ്രാവശ്യം ഞാനും റോയിയും കൂടെ ഒരുമിച്ച് സണ്ണിച്ചാനെ കാണാൻ പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇതെവിടെയായി സ്ഥലം കണ്ടെത്തുന്ന ആലോചിച്ചപ്പോൾ പല സ്ഥലങ്ങൾ പോയി കണ്ടു. ഒടുവിലായി ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇത് 4.5 കോടി രൂപയ്ക്ക് ആൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചൊരു സ്ഥലമാണ് എൻ്റെ അമ്മാച്ചൻ്റെ മരണശേഷം. അതിനുശേഷം ആ ഡീല് ക്യാൻസൽ ചെയ്തു പോയി. അതിനുശേഷം ഞങ്ങളിത് ഈ 5 ഏക്കർ സ്ഥലം ഫെയ്ത്തോം കൂട്ടുകാരത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു വൈകാരികമായ ഫീലിങ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ വരും. അവിടെ വരുമ്പോൾ എനിക്ക് അന്യ സ്ഥലത്ത് പോയ ഒരു ഫീലിംഗ് ഇല്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അല്ല, ഇത് ഞാൻ ഫെയ്ത്തോമിൻ്റെ വകയാണ്. ഫെയ്ത്തോമിനുള്ള 39 ബോർഡ് മെമ്പേഴ്സിൻ്റെയും അവകാശമായി ഈ സ്ഥലം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾക്ക് മാത്രമൊന്നുമില്ല, കാശ് മുടക്കി ഞങ്ങളെല്ലാവരും ഒരുപോലെ കാണുന്നവരാണ്. ഇവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പക്ഷെ എല്ലാം ഒരുപോലെ. ഇത് ഫെയ്ത്തോം കൊണ്ടുവരുന്ന സ്ഥലം 39 പേര് അവകാശികളാണ്. അതൊരാൾ മാത്രമേ ഞാൻ. ഇന്ന് ഈ 5 ഏക്കർ സ്ഥലത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ പല ക്യാമ്പുകളും നടക്കാറുണ്ട്. പലരും ക്യാമ്പ് സൈറ്റായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അവർക്ക് ഭൗതികമായ വലിയ ചെലവില്ലാതെ വളരെ മനോഹരമായ നിലയിൽ ആ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഒരു സംക്ഷിപ്തമായി വിവരിക്കാം. ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ക്യാമ്പ് സെൻ്ററാണ് ഇവിടെ. പല സഭകളുടെയും ഹോംലാൻഡ് ഫെലോഷിപ്പ് നടക്കാറുണ്ട്, KTMCയുടെ നടക്കാറുണ്ട്, ക്യാമ്പ് സെൻ്റർ നടക്കാറുണ്ട്. അതിനെപ്പറ്റി ഇതിന് പുറകിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ജെസ്സി റോയി നമ്മളിവിടെ വരും. ജെസ്സി വരുമ്പോൾ ആ ക്യാമ്പിനെ പറ്റി കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഷീസ് ഏബിൾ ടു ഡു ദാറ്റ് വൺ. അവിടെ ഞാൻ ഭാഗം വിടുക. എന്നാൽ ഈ വർഷം തന്നെ ഇനി ക്യാമ്പുകൾ ധാരാളം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറയാം, ഇത് ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷമുണ്ട്. അനേക യൗവനക്കാർ ഇവിടെ വന്ന് താമസിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കാണാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. അവർ വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്ന പ്രിയ ജെസ്സിയാണ്. അതുകൊണ്ട് നമ്മൾ ജെസ്സിയെ കുറച്ച് കഴിഞ്ഞ് നമ്മളിവിടെ ജോയിൻ ചെയ്യും. എന്നാൽ ഇവിടെ വരുന്നവർക്കെല്ലാം ഇവിടുത്തെ അനുഗ്രഹമാണ്. നല്ല ഭക്ഷണം, നല്ല ആത്മീയ അന്തരീക്ഷം, ഇവിടെ സ്ഥലങ്ങൾ നല്ല വിശാലമായ ക്യാമ്പ് ഏരിയ, ഇതെല്ലാം കൊണ്ടും അനേകർ ക്യാമ്പ് നടത്താൻ ഇവിടെ താല്പര്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. നല്ല ഓഡിറ്റോറിയം ഉണ്ട്, നല്ല ഡോർമെറ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. അത് അനുഗ്രഹമായി ആ ക്യാമ്പുകൾ നടക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങൾ 1-2 കർത്തദാസന്മാരിവിടെ ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ വേറെ ചില കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട്. അവരെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അതും ജെസ്സി സഹായിക്കും നിങ്ങളെ. അവരുടെ പേരൻസൊക്കെ വെളിയിലാണ്. അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ ഞങ്ങളുടെ പാർത്ത് ഞങ്ങൾ അവരെ പരിചരിക്കുന്നു. ആവശ്യമായ കെയർ ഇവിടെ അങ്ങനെ ഒരു ശുശ്രൂഷയും ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളുടെ ആഗ്രഹം കർത്താവിൻ്റെ നാമത്തിന് ഈ പ്രസ്ഥാനം മഹത്വമാകണം. സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം വഹിക്കണം. അനേക കൂടിവരൽ നടക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ചൊവ്വാഴ്ച തോറും കർത്തദാസന്മാരൊന്ന് ഉപവാസ പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് മർദ്ദിസ്ഥ പ്രാർത്ഥനയുണ്ട്. ചൊവ്വാഴ്ച ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ ആത്മീയ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഇവിടെ ആര് വന്നാലും കർത്താവിനെ കാണണം. ആര് വന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. ഇതൊരു ബിസിനസ് അല്ല, ഞങ്ങളുടെ ബിസിനസ് വേണ്ടി ചെയ്യുന്നത്. ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ എക്സ്പെൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കർത്താവിൻ്റെ ഒരു വേലയായിട്ട് കണക്കാക്കിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അനേക ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ഇതുപോലെയുള്ള ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഭൗതികമായും ആത്മീകമായും ഒരാശ്രയമായിരിക്കുന്ന ഈ പ്രസ്ഥാനം പോലെ
അനേക പ്രസ്ഥാനങ്ങൾ ഇനിയും നമ്മുടെ ഇടയിൽ ഉടലെടുക്കട്ടെ. അനേക ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും മനോമുഖരത്തിൽ ഇതുപോലെയുള്ള ഉദാത്തമായ ഒത്തിരി ചിന്തകൾ ഉടലെടുത്ത് അനേക മഹത്തായ പ്രസ്ഥാനങ്ങൾ ഉളവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്കൾക്ക് ഏറ്റവും അവസാനമായി ദൈവജനത്തോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഞാൻ 1983 വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി. അതുവരെ ഞാനൊരു നല്ല ഒരു ഭക്തനായ മാർത്തവക്കാരനായിരുന്നു. 83 കുവൈറ്റിൽ വെച്ച് വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ വിചാരത്തിൽ ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നത് പെന്തക്കോസ് വിശ്വാസികളും പാസ്റ്റർമാരും ദൈവമക്കളും ഒക്കെ ഒരു ദൂതന്മാർക്ക് തുല്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പിന്നെ ഞാൻ പെന്തക്കോസിലേക്ക് വന്നു. ഞാൻ അവിടെ സഭ ആരംഭിച്ചു. ഞാൻ ഏകദേശം ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു കുവൈറ്റിൽ. ഞാനൊരു ലോക്കൽ സഭയുടെ പാസ്റ്ററായിരുന്നു ദീർഘവർഷങ്ങൾ. IPC എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ 16 വർഷം ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു. ഞാൻ IPCയുടെ NRI കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു 6 വർഷം. വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചെങ്കിലും IPC പറ്റി ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ആ സഭ വളരെ റിസോഴ്സ് ഉള്ളൊരു സഭയായിരുന്നു. എന്നാൽ പറയട്ടെ, ആ റിസോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവിടാൻ കഴിയാതെ മറ്റ് പല കാര്യങ്ങൾക്ക് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പോൾ കേസിനും വഴക്കിനും ഒക്കെ ആയിട്ട് ചിലവാക്കുന്ന ആ പണത്തിൻ്റെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ കഴിയുമായിരുന്നു. ആ കാഴ്ചപ്പാട് നമ്മുടെ ഇന്ന് പോയി. അവർ മടങ്ങി വന്നാൽ ഇങ്ങനെയുള്ള പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ അവർ കിട്ടുന്ന സോഴ്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടെങ്കിൽ നമ്മുടെ രാജ്യം എന്നേ നന്നായനെ. അതിന് പകരം കേസിനും വഴക്കിനും മത്സരത്തിനും സ്ഥാനത്തിനും മാനത്തിനുമായി പോയതുകൊണ്ട് ഫലമെന്തായി? ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകുകയും വരും തലമുറ വിശ്വാസം ഇല്ലാതെ പോവുകയും ചെയ്യുന്നൊരു കാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അത് മാറിയിട്ട് ഒരു ചെറിയ ആയുസ്സേ നമുക്കുള്ളെന്നും കർത്താവ് മടങ്ങി വരുമെന്നും കർത്താവിന് വേണ്ടി ചെയ്തതിന് മാത്രമേ പ്രതിഫലം ലഭിക്കത്തുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് ലഭിച്ച് ആ കർത്താവിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി ജീവിതം ചെലവഴിപ്പാൻ എല്ലാവരും തയ്യാറാകണം. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അതിന് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്കളുടെ വാക്കിൽ നിന്ന് പല കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ 2 പ്രധാനമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ ഇപ്പോൾ കഴിഞ്ഞത്, മറ്റേത് ശുശ്രൂഷകളെക്കാളിലും ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. 2, നമ്മുടെ ദൈവമക്കൾ ശ്രമിച്ചാൽ ഇതുപോലെയുള്ള പല പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാം. അത് സമൂഹത്തിന് ഒരു ചലഞ്ചായി ദൈവജനം ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുഡ് ന്യൂസിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് താങ്കൾ വരികയും തങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾ അറിയിക്കുകയും ചെയ്തതിന് വളരെ നന്ദി. ദൈവം താങ്കളെയും താങ്കൾ അധ്യക്ഷനായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെയും സമൃദ്ധിയായി മേൽക്കുമേൽ അനുഗ്രഹിക്കുമാറായി. ലാഭത്തെക്കാൾ സേവനത്തെ മുൻനിർത്തിയൊരു ദൗത്യം. ഈ പ്രസ്ഥാനം ഈ കൊല്ലടയിൽ വന്നത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമായി തീരും എന്നുള്ള ഓർത്ത ഞങ്ങളെ ഈ സ്നേഹവും കരുതലും നിറഞ്ഞൊരു കുടുംബം. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പുതിയ പ്രതീക്ഷ. 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതും ന്യൂസ് പേപ്പറാണ്. റേഡിയോ ഇതും മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. വയോധിക പാസ്റ്റർമാർക്ക് ആത്മീയവും സാമ്പത്തികവുമായ കൈത്താങ്ങ്. കുവൈറ്റിലുള്ള ജോലിയെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതാണ്. അന്ന് എനിക്കത് ഇഷ്ടമായിരുന്നു, എങ്കിലും അതിനേക്കാളും ദൈവത്തിന്റെ ഒരു സ്നേഹം അനുഭവിപ്പാന്. പ്രകൃതിയോട് ചേർന്ന ക്യാമ്പ് അനുഭവങ്ങൾ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇറങ്ങി അവർക്ക് പിന്നെ ഹട്ട് വേണം യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും പോയിരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് കൊല്ലക്കടവ്. ഈ മഹത്തായ സേവനത്തിന്റെ പിന്നിലെ കഥയറിയാൻ കാണൂ പ്രത്യേക അഭിമുഖം.